ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്കിൻ കെയർ ടിപ്സുമായിട്ടാണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനും നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്ത് സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാനും സഹായിക്കുന്ന ഒരു അടിപൊളി മാസ്കുമായിട്ടാണ്. നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്താണ് ഈ മാസ്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസ്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കയറി മറ്റു വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം. വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മാസ്ക് റെഡിയാക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു മുട്ടയാണ്. നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ പോർഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്കിതിൻ്റെ യെല്ലോ പോർഷൻ മാത്രം ആവശ്യമുള്ളൂ. അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് ഇത് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് നമ്മൾ അതിൻ്റെ യെല്ലോ പോർഷൻ മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ കോരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഏജ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ ചെയ്യാനും സഹായിക്കും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത കുത്ത്, ബ്ലാക്ക് സ്പോട്ട്, അതുപോലെ ഐസിൻ്റെ അണ്ടറിലുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും വളരെയധികം സഹായിക്കും. ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറും സിമ്പിളായിട്ട് നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്താണ് നമ്മൾ ഈ മാസ്ക് റെഡിയാക്കുന്നത്. ഇനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷനിലായിട്ട് ഹണി ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാസ്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബ്രഷ് വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ താഴെയൊന്നും പോകത്തില്ല. കാരണം മുട്ടയായതുകൊണ്ട് താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഫേസിൽ നമ്മൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകാൻ തുടങ്ങും. പിന്നെ നമ്മൾ മിണ്ടരുത്. കാരണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുളിവുകളൊക്കെ വീഴും നമ്മുടെ ഫേസിൽ. ഇതൊന്നല്ല, നമ്മൾ ഇങ്ങനെ ഡ്രൈ ആവുന്ന ഏത് മാസ്ക് ആയാലും, ഇപ്പോൾ പീൽ ഓഫ് മാസ്ക് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആകാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫേസിൽ ഇത് ഡ്രൈ ആയി. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു വട്ടം നമുക്ക് ഈ മാസ്ക് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ റെഡിയാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.